ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ കൺസേൺ ആണ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിൽ പഠിക്കണോ സാധാ കോളേജിൽ പഠിക്കണോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ശ്രദ്ധിച്ച് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പല തരത്തിലുള്ള കോളേജസ് ഉണ്ട്, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പല തരത്തിലുള്ള കോളേജസ് ഉണ്ട്. മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള കോളേജസ് ഉണ്ട്, നഴ്സിംഗ് മാത്രമുള്ള കോളേജസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള കോളേജസ് ഉണ്ട്. മൂന്നിന്റെയും പ്രവർത്തനത്തിന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് മെഡിക്കൽ കോളേജിൽ പഠിച്ചവരുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിന്റെ കാര്യമല്ല പറയുന്നത്. അവിടെ ചില കുട്ടികൾ നമ്മളോട് പറഞ്ഞ കാര്യമാണ്, അവർക്ക് അവിടെ സ്റ്റാഫ് ഇല്ലാത്ത സമയത്ത് സ്റ്റുഡൻസിനെ പിടിച്ച് ഡ്യൂട്ടിക്ക് ഇടാം. അവർക്ക് സാലറി കൊടുക്കണ്ടല്ലോ, ഫ്രീ, അങ്ങനെ ഡ്യൂട്ടിക്ക് ഇടും. അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കൽ കോളേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കോളേജും അല്ലാത്ത കോളേജസ് ആണെങ്കിൽ INC റൂൾ പ്രകാരം നമുക്ക് ഇത്രയും ക്ലിനിക്കൽ അവേഴ്സ് ആണ്, തിയറി അവേഴ്സ് ഫുൾഫിൽ ചെയ്യണമെന്ന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പ്രകാരം കുറച്ച് കൂടുതൽ ഉണ്ടാവും. അതുപോലെ ആയിരിക്കും നമുക്ക് ഡ്യൂട്ടി ഇടുന്നത്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ എപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് ഡ്യൂട്ടിയാണ്, നമുക്ക് അവിടെ സ്റ്റാഫ് ഇല്ല, നമുക്ക് അതുകൊണ്ട് ഡ്യൂട്ടിയാണ്, നമുക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടിയാണ്, ആ രീതിയിൽ സംസാരിക്കുന്നത്. സോ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസ് ഡ്യൂട്ടി എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്, നല്ല രസമാണ്. ഞാനും അങ്ങനെ പറഞ്ഞുകൊണ്ടാട്ടോ ഞാനും പോയത്. നല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഹോസ്റ്റൽ ഫുഡ്, നമ്മൾ വീട് മാറി നിൽക്കണം, മൊത്തത്തിൽ ഒന്നും സെറ്റപ്പ് ആവില്ല. അപ്പൊ നമ്മളത് ചിന്തിക്കുക. നമ്മൾ ചെന്നിട്ട് മനസ്സിലാവും, ഓ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എല്ലാ കോളേജിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാനൊക്കെ വെറുതെ സമയത്ത് ഇവർ ഒരുപാട് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ക്ലിനിക്കൽസ് ചെയ്താൽ അങ്ങനെ ആവുന്നല്ല. നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ പഠിച്ചു പോകാം. നിങ്ങൾ എത്ര കൂടുതൽ ഡ്യൂട്ടി എടുത്താലും INC റൂളിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിനനുസരിച്ചൊക്കെയാണ്, കുറച്ചൊക്കെ കൂടുതലായിരിക്കും, അതിനനുസരിച്ചൊക്കെയാണ് കിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് ഡ്യൂട്ടി എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു 10,000 അവേഴ്സോ 20,000 അവേഴ്സോ ഒന്നും നിങ്ങൾക്ക് ഇട്ട് തരാൻ പോകില്ല. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത്, നല്ലതാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവും മെഡിക്കൽ കോളേജിൽ, ഫീസും കൂടുതലുണ്ടാവും. മെഡിക്കൽ കോളേജിൽ പഠിച്ചവരും സാധാ നഴ്സിംഗ് കോളേജിൽ പഠിച്ചവരായിട്ട് ഒരു വേർതിരിവില്ല, രണ്ടും ഈക്വലാണ്. അവർക്ക് നിങ്ങൾ മെഡിക്കൽ കോളേജാണ് പഠിച്ചത്, നിങ്ങൾ നല്ല ഹയർ ആയിട്ടുള്ള വിഭാഗമാണ്, അങ്ങനെ മാറ്റി നിർത്തത്തുള്ളൂ. നിങ്ങൾ ഏത് കോളേജിലാണോ പഠിച്ചത്, അഫിലിയേഷനുള്ള യൂണിവേഴ്സിറ്റി ആണോ, എല്ലാ കാര്യങ്ങളും മാത്രം നോക്കത്തുള്ളൂ. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ കോളേജിന്റെ പേര് അടിയിൽ എഴുതിയിട്ടുണ്ടാവും. അല്ലാതെ മെഡിക്കൽ കോളേജിൽ പഠിച്ചവർക്ക് ഇത്രയും, നോർമൽ കോളേജിൽ പഠിച്ചവർക്ക് ഇത്രയും, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു.